പല സ്ത്രീകളെ മാറി ഉപയോഗിച്ചതിനൊപ്പം പോയാൽ ഇങ്ങനാവും, ഇതാണ് അവസ്ഥ എന്ന് അമൃതയ്ക്ക് ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. അതാരാ മറുപടി കൊടുത്തേക്കുന്നതെല്ലാം ഞങ്ങൾ വിശദമായിട്ട് പറയാം. അപ്പോൾ ഒരു കുറേ ലെങ്ത് ഉണ്ടല്ലേ, നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമൃത ബാല ഇഷ്യൂവിനെ പറ്റി അല്ലേ, നമ്മളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ബാലയുടെ പക്ഷം പിടിക്കുന്നത്, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുക, അങ്ങനെ കുറേ നമുക്ക് കമൻറ്റ് വന്നായിരുന്നു. നമ്മൾ ആരുടെയും പക്ഷത്തല്ല, നമുക്ക് ഇങ്ങനെ ഓരോ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ആരുടെയും പക്ഷത്തൊന്നുമല്ല കേട്ടോ. എന്താണ് ഇപ്പം നിലവിൽ നടക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമാണ്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ഒന്ന് ബാലയും അമൃത സുരേഷും സോഷ്യൽ മീഡിയ നിറഞ്ഞാടുമ്പോൾ രണ്ടു വാക്ക് പറയാതെ വയ്യ. ശീലായിപ്പോയി, അതാണ്. താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തോളൂട്ടാ. ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റുകൾ നിറഞ്ഞതാണ്. അതിന് കഴിയാത്തവർ പകുതി വഴിക്ക് ബൈ പറഞ്ഞു പിരിയും. ലോകത്തിലെ ആദ്യത്തെ ഡിവോഴ്സ് കപ്പിൾസ് അല്ലല്ലോ ബാലയും അമൃതയും. ബാലയുടെ ഭാഗത്തും അമൃതയുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാകാം. പക്ഷേ അച്ഛൻ്റെ കുറ്റങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയെ കൊണ്ടുവന്നത് തെറ്റു തന്നെയാണ്. അതിപ്പോൾ അമൃത അറിയാതെയാണ് കുട്ടി വന്നെന്ന് തോന്നുന്നില്ല. ഒന്നുകിൽ അമൃതയുടെ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മൗനാനുവാദത്തോടെയോ ആയിരിക്കണം. തീർച്ചയായിട്ടും അതെ. ആ കുട്ടിയുടെ സംസാരത്തിൽ അത്രയ്ക്ക് നാച്ചുറലായി എനിക്ക് ബ്രാക്കറ്റിൽ എന്റെ കാര്യമാണ് പറഞ്ഞത്, ഫീൽ ചെയ്തില്ല. ഇത് പറയുമ്പോൾ ബാല നല്ലവനാണെന്നല്ല പറഞ്ഞത്, അയാളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് സ്വന്തം മകൾ എതിരെ വന്നത് തന്നെ. അമൃത പറഞ്ഞ ഒരു കാര്യം 10-14 വർഷത്തിന് ശേഷം എനിക്ക് മറ്റൊരു ജീവിതം വേണ്ടേ, പ്രണയം വേണ്ടേ? തീർച്ചയായും വേണം. ആദ്യ പ്രണയത്തില് വീഴ്ച സംഭവിച്ച വ്യക്തി അടുത്ത പ്രണയത്തിലും ജീവിതത്തിലും കുറച്ചുകൂടി ശ്രദ്ധ നൽകേണ്ടതല്ലേ? തീർച്ചയായിട്ടും. പിന്നല്ലേ, അതിന്റെ വീഴ്ച ആരുടെ തെറ്റാണ്? അമൃതയുടെ മാത്രം. ബാല വീണ്ടും വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അയാളെ ആരും പരിഹസിക്കാത്തത്. എന്നാൽ അമൃതയോ ഇടയ്ക്കിടെ ഓരോ സ്ത്രീകളെ മാറി മാറി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും മടുക്കുമ്പോൾ മറ്റൊരു സ്ത്രീയെ തേടിപ്പോകുന്ന ഒരാളിനൊപ്പം ജീവിക്കുകയുമാണ് ചെയ്തത്. കറക്റ്റ്. അയാളുടെ ഈ സ്വഭാവം അറിഞ്ഞിട്ടും ഒരു പെൺകുട്ടിയുള്ള അമൃതയുടെ ആ തീരുമാനം ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. അവർ നിയമപരമായി വിവാഹിതരായിട്ടാണോ ഒരുമിച്ച് ജീവിച്ചത് എന്നും അറിയില്ല. ഇതൊന്നും പോവാതെ സോഷ്യൽ മീഡിയയിൽ തുടർച്ചയായി ഓരോ സ്ത്രീകളോടൊപ്പം ആണെന്ന് പറയുന്ന ആളിനെയാണ് അമൃത ലോകത്തെ മികച്ച ഭർത്താവ് ആണെന്ന് തള്ളിക്കൊണ്ട് നടന്നത്. ഇതൊക്കെ കൊണ്ടാണ് അമൃതയെ പൊതുജനങ്ങൾ പരിഹസിക്കുന്നത്. മറ്റൊരു ആരോപണം വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോഴാണ് ബാലയുടെ 2ാം വിവാഹമാണെന്ന് അറിഞ്ഞത് എന്നാണ്. അതെ, അങ്ങനെയാണല്ലോ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണല്ലോ പറഞ്ഞത് അല്ലേ? അതെ. വിവാഹ നിശ്ചയം അല്ലേ കഴിഞ്ഞുള്ളൂ, വിവാഹം കഴിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് വിവാഹം വേണ്ടെന്ന് വെക്കാതെ ഇരുന്നത്? അത് ആരുടെ തെറ്റാണ്? അമൃതയുടെ മാത്രം തെറ്റാണ്. സ്വന്തം മോളെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തിട്ട് ഇപ്പോൾ കിടന്നു നിലവിളിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിലും ചോദിച്ചത്. ബാല കുട്ടിയോട് ചെയ്തത് ദ്രോഹമാണെങ്കിൽ അതേ ദ്രോഹമാണ് അമൃതയും ചെയ്തത്. തീർച്ചയായിട്ടും. കുട്ടിയെ സംബന്ധിച്ച് അച്ഛനും അമ്മയും പ്രാധാന്യമുള്ളവർ തന്നെയാണ്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ മഞ്ജു വാര്യർ ദിലീപ് ഡിവോഴ്സിന് 2 പേരോടും ഒരുപോലെ ബഹുമാനം തോന്നിയത് പരസ്പരമുള്ള ചെളി വാരിയർ ഇല്ലാത്തതാണ്. സത്യമാണ്. അവർക്ക് ഇതൊക്കെ കഴിയുമായിരുന്നു. സത്യമോ കള്ളമോ പരസ്പരം പറഞ്ഞു ജയിക്കാമായിരുന്നു. 2 പേരും ആ കാര്യത്തിൽ അങ്ങേയറ്റം മാന്യത കാണിക്കുകയും അവരുടെ മകളുടെ സ്വകാര്യത നിലനിർത്തി പോരുകയും ചെയ്തു. ഇത് നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ സെയിം സാധനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് വരുന്നതിന് മുന്നേ ഞങ്ങൾ പറഞ്ഞാണത്. അതെ. ഇതൊക്കെ ഓരോ മാതാപിതാക്കൾക്കും അവരുടെ മക്കളോടുള്ള കടമയാണ്. നിങ്ങൾ സെലിബ്രിറ്റികളാണെന്ന് കരുതി ദാമ്പത്യ ഭാണ്ഡം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു അലക്കി വെളുപ്പിക്കാൻ നോക്കിയാൽ നെഗറ്റീവ് കമന്റ്സ് വരും, ഉറപ്പായിട്ടും സ്വാഭാവികം. ഒന്നുകിൽ സോഷ്യൽ മീഡിയയിൽ ഭാണ്ഡക്കെട്ട് അലക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ഒരേപോലെ അംഗീകരിക്കാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഇത് പറഞ്ഞത് ദീപ്തി പ്രവീൺ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ ഈ ഒരു പുള്ളിക്കാരി എഴുതിയേക്കുന്നു, ഇങ്ങനെ കുറിച്ചേക്കുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനോട്ട് നമുക്കിതൊന്ന് ഷെയർ ചെയ്തൂടെ അല്ലേ എന്ന് തോന്നുന്നു. കാരണം അതിനകത്ത് ചില കാര്യങ്ങൾ വളരെ പോയിൻ്റായിട്ട്
നമുക്ക് തോന്നി. കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തേക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ ദിലീപിന്റെ ഇഷ്യൂ. ഇപ്പൊ മീനാക്ഷിയുടെ കാര്യമാണ്, അല്ലെ മകള് മീനാക്ഷിയുടെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? അതായത് അവര് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നില്ല. അവരുടെ കുടുംബജീവിതം അവർ പ്രൈവറ്റ് ആയിട്ട് തന്നെ സൂക്ഷിച്ചു, പബ്ലിക്കായിട്ട് പുറത്ത് വിട്ടില്ല. അതുകൊണ്ട് മീനാക്ഷി അതുപോലെ ഈ ഒരു കേസിലേക്ക് മകളെ വലിച്ചഴിക്കോ അല്ലെ മകളെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കിപ്പിക്കോ അല്ലെങ്കിൽ ദിലീപ് മകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കോ അല്ലെ അമ്മയ്ക്കെതിരെ പറയിപ്പിക്കോ, അങ്ങനത്തെ ഒരു കാര്യം പോലും അവിടെ നടക്കുന്നുമില്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, സേഫാണ്. അതുകൊണ്ട് മീനാക്ഷി സേഫാണ്, മഞ്ജു അതെ, ദിലീപും അതെ, എല്ലാവരും അതെ. അവരുടെ ഭാഗത്ത് അവര് അവരുടെ കാര്യം നോക്കുന്നു, നിയമപരമായിട്ട് പിരിയുന്നു, അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അവർ കോടതി നോക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തേക്കുന്നത്. നേരെ മറിച്ച് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇവിടെ നേരെ സോഷ്യൽ മീഡിയയിലൂടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭയങ്കര പ്രശ്നമാണ്. അത് ആരുടെ പേര് പറഞ്ഞാൽ കൂടുതലും ഈ മകളുടെ പേരും പറഞ്ഞു. ഈ മകളുടെ പേരും പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ ഈ കൊച്ചിനെ എടുത്ത് നമ്മൾ ഇന്നലെ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എന്താ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു കടല്. ആ കടലിനകത്തോട് കൊണ്ടിടുകയല്ലേ ചെയ്തത്. കാരണം ഇപ്പൊ അതിനകത്ത് നീന്തിട്ട് ആ കൊച്ചിന് കരകയറാൻ പറ്റുന്നില്ല. പ്രായപൂർത്തി പോലും ആയിട്ടില്ല, സ്വന്തമായിട്ടൊരു നിലപാട് പറയാനുള്ള ഒരു പ്രായം പോലും ആവാത്ത അതെ ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴേ അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടോന്ന് അതിനെതിരെ കമന്റ്സ് വരുമ്പോ അതും ഇല്ല. അതാ പറഞ്ഞ അച്ഛനും അമ്മയും ഓൾറെഡി ഇതിന്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാണ്. ആ കൂട്ടത്തിൽ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കൊച്ചിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് ഇറക്കിപ്പിക്കുക. അത് തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ഒന്ന് പ്രായപൂർത്തിയാകാത്ത കൊച്ച് അല്ലേ, 14 വയസ്സ് അത്ര കണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പൊ ഒന്നാമത് പ്രായപൂർത്തിയാകാതെ പോലും സ്വന്തം ഒരു നിലപാട് പോലും എന്താണെന്ന് പോലും നമുക്ക് എന്താ പറയാ അതിനൊരു വാല്യൂ ഇല്ലാത്ത ഈ ടൈമിൽ അത് ചെയ്യിപ്പിക്കില്ലായിരുന്നു. ആര് ചെയ്യിപ്പിക്കില്ലായിരുന്നു? അമൃത ചെയ്യിപ്പിക്കില്ലായിരുന്നു അല്ലേ. എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് കൊച്ചിനെതിരെ ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഇപ്പൊ അതിനെതിരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമൃത തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എന്താ പറഞ്ഞത്? എനിക്ക് ബാല ഇങ്ങനെയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു, ഞാൻ തിരിച്ചറിയുന്ന എപ്പോഴാണ്? നിശ്ചയത്തിനാണല്ലേ? അതായത് നിശ്ചയം കഴിഞ്ഞു എന്നുള്ളേ അറിഞ്ഞിട്ടുള്ളൂ. അല്ലല്ല, ബാല ഓൾറെഡി വിവാഹിതനാണെന്ന് തന്റെ കല്യാണത്തിന് മുൻപ് കല്യാണ നിശ്ചയത്തിനോ കല്യാണ ഉറപ്പിനോ മാത്രമാണ് അറിഞ്ഞെന്നാണ് പറഞ്ഞത്. അന്നേരം ഇതിനകത്ത് പുള്ളിക്കാരി ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കല്യാണമല്ലല്ലോ കഴിഞ്ഞത്, അപ്പൊ അന്ന് നിങ്ങൾ അത് അറിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഈ തീരുമാനം എടുത്തില്ല എന്ന് അല്ലേ? കാരണം കല്യാണമല്ല കഴിഞ്ഞത്, ജസ്റ്റ് നിശ്ചയം മാത്രമേ ഉള്ളൂ. അമൃതയ്ക്ക് ധൈര്യമായിട്ട് പറയാം എനിക്ക് താല്പര്യമില്ല കല്യാണത്തിന് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ കേസ്. പല വേറെ കിട്ടിയേനെ, അല്ലെ അമൃതയ്ക്ക് വേറെ കേട്ടായിരുന്നു. ഇതിപ്പോൾ അതല്ല, അമൃതയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് കല്യാണത്തിലേക്ക് പോയത് അല്ലേ. അല്ലാതെ ഇപ്പൊ എന്നിട്ട് വന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, എനിക്കത് അറിയില്ലായിരുന്നു, കല്യാണത്തിന് മുൻപാണ് ഞാനിത് അറിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല കല്യാണത്തിന് ശേഷമല്ലല്ലോ. അതെ, പിന്നെ ഇവർക്ക് കല്യാണം കഴിഞ്ഞ് ഈ ഒരു കൊച്ചായതിനു ശേഷമൊക്കെ എത്രയോ ഇന്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. വെറുതെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, അതിലൊന്നും പറയുന്ന പോലും ഇല്ല ഇങ്ങനത്തെ കാര്യങ്ങള്. ഇല്ല. പിന്നെ ബാലയുടെ തന്നെ ചില സ്വഭാവം എന്ന് പറഞ്ഞാൽ ബാലയുടെ ഭാഗത്ത് ഞങ്ങൾ 100% അങ്ങനെ നിൽക്കുന്നൊന്നുമില്ല. കാരണം എലിസബത്തിനോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോ രണ്ടുപേരുടെ പക്ഷവും പിടിക്കുന്നില്ല. പക്ഷെ എന്താണോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് ആ ഒരു നമ്മൾ അന്നും ഇന്നും പറയുന്നത് ബാലെ കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ബാലെ ഇവർ തമ്മിലുള്ളൊരു പ്രശ്നമോ അതൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അന്നും പറഞ്ഞത് ഈ കുട്ടിയെ വെറുതെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയ കടലിലേക്ക് കൊണ്ട് ഇടരുതായിരുന്നു. അല്ല ഈ കുട്ടിയെക്കുറിച്ചുള്ള നിങ്ങൾ ആ ചർച്ച നിർത്ത്. അത് വളർന്നു വരുന്ന അതിനൊരു ജീവിതമുണ്ട്, അതിൻ്റെ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ, പറക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ആ കൊച്ച്. അതിന് മുൻപ് അതിൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കാതെ നിങ്ങളുടെ പാടായി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം പറഞ്ഞു ആ കൊച്ചിനെ വെറുതെ വിടുക. ഞാനീ പറയുന്നത് പ്രേക്ഷകരോടല്ല, അമൃതയോടും അല്ലേ, അമൃതയോടും ബാലയോടും ആ ഒരു കാര്യമാണ്. അല്ലാതെ നിങ്ങൾ ഈ ഫാമിലിക്കാർ മൊത്തം ഫാമിലിക്കാരും അല്ല ഇവര് പറയുന്നത്, മൊത്തം ആ കൊച്ചിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അല്ലേ. മോളെ കുറിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം അടി ഉണ്ടാക്കുന്നത്. ഇപ്പൊ ബാക്കിയുള്ളവർ എന്നിട്ട് ഈ സോഷ്യൽ മീഡിയ ഉള്ളവർ ആ കൊച്ചിനെയാണ് സൈബർ ആക്രമണം നടത്തുന്നത്. അതിനാണ് ഈ അമൃതയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങളും മാനസികമുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതാരാ ഉണ്ടാക്കുന്നത്? നിങ്ങളല്ലേ, അല്ല ഞങ്ങളല്ലല്ലോ. അതാ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ കണ്ടന്റ് ഉണ്ടാക്കി തരുന്നതേ നിങ്ങളാണ്. ദയവായി ഏതാ പറഞ്ഞാൽ അതിന് മുമ്പ് പറഞ്ഞ പോലെ ഈ ദിലീപിനും അവരും എടുത്ത ആ ഒരു നിലപാട് നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രോബ്ലം പോകത്തില്ലായിരുന്നു എന്നാണ്. താങ്ക് യു.
താങ്ക് യു.